ബി.ജെ.പി. നേതാവ് എൽ. പത്മകുമാർ അനുസ്മരണം തുറവൂരിൽ നടന്നു. ബി.ജെ.പി. തുറവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പത്മപ്രണാമം നടന്നത്. 26 ദിവസം മുന്നെയാണ് നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി പത്മകുമാർ എന്ന എവരുടെയും പപ്പേട്ടൻ ഹൃദയാഘാതത്തെ തുടർന്ന് വിട പറഞ്ഞത്. തുറവൂർ മന്നത്ത് ശ്രീകൃഷ്ണ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടന്ന ചടങ്ങിൽ പത്മകുമാറിൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ മുതിർന്ന RSS നേതാക്കളായ എച്ച്. ജയകുമാർ, എച്ച്. നന്ദകുമാർ, എച്ച്. പ്രേമൻ, ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ പത്മപ്രണാമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. സത്യത്തിൽ അന്ന് ഈ നാടിലെ പൊതുപ്രവർത്തകർക്കല്ല, അതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരു വല്ലാത്ത വെപ്രാളമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് താമസിച്ചിരുന്നത് പത്മകുമാറിൻ്റെ വീടിന് 2 വീട് അപ്പുറത്തായിരുന്നു. ഒരു ദിവസം രാവിലെ ഞാനും എൻ്റെ ഭർത്താവും കൂടി അദ്ദേഹത്തെ വീടിച്ച് നോട്ടി ഒഴിക്കാൻ വന്നതല്ല, വോട്ട് വേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ വരുന്നത് അയൽവക്കക്കാരി എന്നുള്ള നിലയിൽ വന്ന് കാണേണ്ട ഉത്തരവാദിത്വം ബി.ജെ.പിയുടെ സമുന്നതനായ നേതാവ് ഇവിടെ താമസിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗം താമസിക്കുന്ന വീട്ടില് ഞങ്ങൾ 2 പേരും കൂടി അവിടെ ചെന്ന് കണ്ടു. വളരെ സൗമ്യമായി പെരുമാറി, വളരെ നല്ല ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് കടന്നു വരുന്നത്. അപ്പൊ അദ്ദേഹം ഞങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. തൊട്ടടുത്ത് അയൽവാസികൾ എന്നുള്ള നിലയിൽ ഉള്ള വളരെ സൗമ്യമായ സംഭാഷണങ്ങളിലേക്കാണ് പോയത്. അതിനുശേഷം ബി.ജെ.പി. തുറവൂർ പടിഞ്ഞാറൻ മേഖലാ പ്രസിഡന്റ് അഭിലാഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിന് ബി.ജെ.പി. കിഴക്കൻ മേഖലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. എനിക്ക് പപ്പേട്ടനോട് കുറച്ച് അസൂയാണ്. കാരണം പപ്പേട്ടൻ ഭാഗ്യം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. കാരണം ഈ ഇരിക്കുന്ന നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാർ, കേരളത്തിന്റെ നിയമസഭാ സാമാജികർ, കേരളത്തിന്റെ മുൻമന്ത്രിമാർ, മന്ത്രിമാർ, കേരളത്തിന്റെ മുമ്പിൽ നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ആയിരക്കണക്കിന് പൊതുപ്രവർത്തകർ, ആത്യന്തികമായി നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു തലമുറയെങ്കിലും സ്വന്തം നാട്ടിൽ നമ്മളെ ഓർത്തിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പപ്പേട്ടൻ ഭാഗ്യമാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ അനുസ്മരണം കഴിഞ്ഞ്, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അനുസ്മരണം കഴിഞ്ഞ് 25 ദിവസങ്ങൾക്കപ്പുറം ഇത് 3ാമത്തെ അനുസ്മരണമാണ് ഈ തുറവൂരിന്റെ മണ്ണിൽ ഒരു മനുഷ്യന് വേണ്ടി നടക്കുന്നത്. ആ നിറഞ്ഞ സദസ്സിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, പപ്പേട്ടൻ ഭാഗ്യവാനാണ്. കാരണം തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധർമണി ബാബുരാജ്, ബി.ജെ.പി. ആലപ്പുഴ നോർത്ത് ജില്ലാ അധ്യക്ഷൻ പി.കെ. ബിനോയ്, നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി സജീവ് ലാൽ, ബി.ജെ.പി. അരൂർ മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ഇല്ലിക്കൽ, തുറവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശൈലജ ശ്രീനിവാസൻ, രതീഷ് ശിവദാസ്, ഷാജി, പ്രവീൺ, NSS കരയോഗം ഭാരവാഹി മുരളീകൃഷ്ണൻ, ജോമൻ കോട്ടപ്പള്ളി, ആർ. രാമോഹകർത്ത, വിശ്വകർമ്മ പ്രതിനിധി കമലാസനൻ, ബി.ജെ.പി. കിഴക്കൻ മേഖലാ സെക്രട്ടറി തങ്കച്ചൻ തുടങ്ങിയവർ പത്മകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി.